ഗൈസ്, വെൽക്കം ടു ഫുട്ബോൾ മാൻ. അപ്പോൾ ഇന്നലെ നല്ല ഒരു തീപ്പാറുന്ന പോരാട്ടം നടന്നിട്ടുണ്ടായിരുന്നു. എല്ലാവരും അറിഞ്ഞിട്ടുണ്ടാവും. FA കപ്പിൽ മാഞ്ചസ്റ്റർ സിറ്റി വേഴ്സസ് ലിവർപൂൾ. സിറ്റിക്ക് എന്ത് ലിവർപൂൾ അടിച്ച് അടപടലാക്കി കളഞ്ഞു. എന്താ പറയാ, അടിച്ച് ഭിത്തി കയറ്റെന്ന് അറിയുന്നില്ലേ, ചുമരിലാക്കി കൊടുത്ത്. എന്താണ് ലിവർപൂളിന് പറ്റിയെന്ന് അറിയില്ല. അർണെ സ്ലോട്ട് ലാസ്റ്റ് സീസണിൽ പ്രീമിയർ ലീഗ് കിരീടം, ഫസ്റ്റ് സീസണിൽ തന്നെ പ്രീമിയർ ലീഗ് കിരീടം കിട്ടുക എന്നുള്ള ഒരു അപൂർവ റെക്കോർഡൊക്കെ സ്വന്തമാക്കിയ ഒരു കോച്ചായിരുന്നു അർണെ സ്ലോട്ട്. പക്ഷെ അപ്പോഴേ എനിക്ക് തോന്നിയിട്ടുണ്ടായിരുന്നു പുള്ളിക്കാരൻ വന്നത് ക്ലോപ്പിന്റെ ആ ഒരു ബേസിലാണ്. ക്ലോപ്പിന്റെ ആ ഒരു ബേസിൽ വന്ന് അതിലേക്ക് വെള്ളം നനച്ച് സംഭവം കിട്ടി. പക്ഷേ ലാസ്റ്റ് സമ്മറിൽ അറൌണ്ട് 400+ മില്യൺ സ്പെൻഡ് ചെയ്ത് കളിക്കാരനെ കുറെ പ്ലേയേഴ്സിനെ കൊണ്ടുവന്നു. പക്ഷെ ഒന്നും അങ്ങോട്ട് വർക്കായില്ല. എല്ലാത്തിനും പുറത്തായി. അതും ഈ ഒരു സീസണിൽ അവരുടെ 15th ഡിഫീറ്റ് ആയിരുന്നു. ഇതുവരെ ലിവർപൂള് ഇങ്ങനെ, അതായത് എല്ലാ ഗെയിംസും കൂട്ടിയിട്ട് ഒരു സീസണിൽ ഏറ്റവും കൂടുതൽ തോൽവികൾ ഉണ്ടായിട്ടില്ല. അപ്പോ സ്ലോട്ട് ഓൾറെഡി സാക്കിന്റെ അറ്റത്താണ്, പുറത്താക്കലിന്റെ വക്കിലാണ്. അതിനിപ്പോ ഈ സീസണിന് മുന്നേ നടക്കുമോ അല്ലെങ്കിൽ സീസൺ കഴിഞ്ഞാലാണോ, അങ്ങനെയുള്ള ഒരു അവസ്ഥയിലാണ്. ഇന്നലത്തെ തോൽവിയോടുകൂടി അട്ടപ്പടലം 4-0 സിറ്റി എടുത്ത് പെരക്കിയത്. സിറ്റി എന്ന് പറയേണ്ട വേണമെങ്കിൽ നമുക്ക് എർലിംഗ് ഹാലൻഡ് ഷോ ആയിരുന്നു അവിടെ നടന്നത്. ഹാലൻഡ് കുറച്ച് കളികളായിട്ട് പിന്നോട്ടായിരുന്നു, അതായത് കുറച്ച് ഫോം ഔട്ട് ആയിരുന്നു. അപ്പോൾ ആ ഒരു ഫോം ഔട്ടിൽ നിന്നും ലിവർപൂൾ വന്ന് ചെക്കനെ ഫോം ആക്കിയിട്ടുണ്ട്. ഇത് ആഴ്സണലിന് ശരിക്കും ഒരു ത്രെറ്റാണ് സിറ്റി ഇങ്ങനെ ഒരു തിരിച്ചു വരവ് വരുന്നത്. അപ്പോൾ അതിൽ അടപടലായി. സ്ലോട്ട് മിക്കവാറും തെറിക്കൂല എന്ന് കണ്ടറിയാം. പക്ഷെ സീസണിന്റെ അവസാനം എന്തായാലും സ്ലോട്ടിനെ തെറിപ്പിക്കാനുള്ള ചാൻസസ് ഉണ്ട്. ഷാബി അലോൺസോ ആയിരിക്കും ലിവർപൂളിന്റെ അടുത്ത പകരക്കാരനായിട്ട് വരുന്നത്. ഇന്നലെ ലിവർപൂൾ പിക്ചറിലേ ഇല്ലായിരുന്നു. പക്ഷെ അവരുടെ B ടീമോ C ടീമോ D ടീമോ ഒന്നുമല്ല, A ടീം തന്നെയാണ് കളിച്ചത്. എല്ലാവരും ഉണ്ടായിരുന്നു. അലിസണിന് പരിക്കാണ്. അലിസണിന് പകരക്കാരനായിട്ട് ആ പുതിയൊരു ഗോൾ കീപ്പർ അവനാണ് വന്നത്. ബാക്കി എല്ലാവരും ഉണ്ട്. വാൻ ഡൈക്ക്, കൊനാട്ടെ, പിന്നെ നമ്മുടെ ഗ്രവാംബെർച്ച്, സൊബോസ്ലായ്, വിഡ്സ്. റെക്കോർഡ് പ്രൈസ് ഒക്കെ 150 മില്യൺ കൊടുത്തിട്ട് കൊണ്ടുവന്ന വിഡ്സ് ഉണ്ടായിരുന്നു. പിന്നെ എക്കിറ്റേക്ക്, പുതിയൊരു സൈനിങ് ആയ എക്കിറ്റേക്കിനെ കൊണ്ടുവന്നിട്ടായിരുന്നു. എല്ലാവരും ഉണ്ടായിട്ടും ഒന്നും നടന്നില്ല. സിറ്റിന്റെ മുന്നിൽ നിഷ്പ്രഭരായി പോയിട്ടേറും. ഫസ്റ്റ് ഹാഫിൽ തന്നെ 2 ഗോളിൽ ലീഡ്. സെക്കൻഡ് ഹാഫിന്റെ തുടക്കം തന്നെ ഹാട്രിക് കംപ്ലീറ്റ് ചെയ്ത് ഹാലൻഡ്. പിന്നെ 4ാമത്തെ ഗോൾ ആന്റോണിയോ സെമന്യോ. അതൊരു അടാർ ചങ്ങായിയാണ്. അവനെ ബോൺമൗത്തിൽ നിന്ന് കൊണ്ടുവന്നപ്പോൾ തന്നെ എല്ലാവരും പറഞ്ഞിട്ടുണ്ടായിരുന്നു അതൊരു വൺ ഓഫ് ദ ബെസ്റ്റ് സൈനിങ്. അത് തന്നെയാണ് സെമന്യോ വീണ്ടും തെളിയിച്ചുകൊണ്ടിരിക്കുന്നത്. പിന്നെ വേറൊരു കളി ഇന്നലെ രാത്രി നടന്നിട്ടുണ്ടായിരുന്നു. ആഴ്സണൽ പീരങ്കിപ്പട ബും, ഒന്നും നോക്കില്ല. ചാമ്പ്യൻഷിപ്പ് ടീമായിട്ടുള്ള സതാംപ്ടൺ എടുത്ത് പഞ്ഞി കിട്ടിയിട്ട് പോയി. ഒന്നും നോക്കില്ല, എടുത്ത് വറുത്ത് അലക്കിയിട്ട് അങ്ങോട്ട് പോയി കാണും. അർട്ടേറ്റന്റെ മാസ്റ്റർ ക്ലാസ് അവിടെ നടന്നില്ല. ഇന്റർനാഷണൽ ഫ്രണ്ട്ലീസിന്ന് എല്ലാവരെയും കൊണ്ടുവന്നിരുന്നു. ഇഞ്ചുറി വാ നമുക്ക് ഇവിടെ ഫോക്കസ് ചെയ്യണം. തുടക്കം തന്നെ ഗോപി, ഒന്നും പറയാനില്ല. ഞാൻ ആഴ്സണലിന്റെ കളി കാണാറുണ്ട്. പക്ഷെ ഞാനൊരു യുണൈറ്റഡ് ആരാധകനാണ്. എനിക്കൊരു യുണൈറ്റഡിന്റെ ഒരു ചാനൽ, വേറൊരു ചാനലുണ്ട്. അപ്പൊ ഇത് നമ്മുടെ എല്ലാ ഫുട്ബോൾ ഫാൻസിനും വേണ്ടി തുടങ്ങിയൊരു ചാനലാണ്. അപ്പൊ ഞാൻ ആഴ്സണലിന്റെ കളി കാണാറുണ്ടായിരുന്നു. പക്ഷെ ആ ഒരു ആഴ്സണലല്ല ഇന്നലെ കണ്ടത്. ഇന്നലെ അവന്മാര് ശരിക്കൊരു വോക്ക് ഓവർ ടീമിനെ പോലെയായിരുന്നു. അതായത് സിമ്പിൾ ആക്കി വിട്ടു. സതാംപ്ടൺ നമുക്കൊരു എതിരാളികളല്ല, ആ ഒരു രീതിയിലായിരുന്നു പെർഫോമൻസ്. ഗബ്രിയലിന്റെ ഒക്കെ കളി കാണാനായിരുന്നു. എന്തോരം മിസ്റ്റേക്സ് ആണ് നടത്തിയെന്ന് അറിയാവോ. പിന്നെ ഒഡിഗാർഡ്, മാർട്ടിനെല്ലി, എല്ലാവരും ഭയങ്കര സിമ്പിൾ ആയിട്ട് ബോൾ മിസ്പാസ് ചെയ്യുക. ഗബ്രിയലൊക്കെ റിവേഴ്സ് പാസ് ഒക്കെ ശരിക്കും സതാംപ്ടൺ ആയതുകൊണ്ട് വേറെ ഏതൊക്കെ ടീമാണെങ്കിലും ഒരു 3-4 ഗോൾ സിമ്പിൾ ആയിട്ട് അടിക്കുകയായിരുന്നു. ഗബ്രിയലിന്റെ ഒരു ഹെഡ് ചെയ്ത് പിന്നിലേക്ക് ഇട്ട് ഒരു കളിയാക്കുന്ന പോലെ പണ്ട് ലാസ്റ്റ് വേൾഡ് കപ്പാണോ അതിന് മുന്നിലത്തെ വേൾഡ് കപ്പാണോ എനിക്ക് ഓർമ്മയില്ല, ജർമ്മനി വിസസ് ജപ്പാൻ എന്തായാലും കളിയിൽ റൂഡിഗർ ഒരു കളി കളിച്ചിട്ടുണ്ടായിരുന്നു. ഓടിയിട്ട് ഒരു മോക്ക് ചെയ്തിട്ടുള്ള ഒരു പെർഫോമൻസ് ഉണ്ടായിരുന്നു. അതേപോലെ എനിക്ക് തോന്നി ഇന്നലെ ആഴ്സണലിന്റെ പ്ലേയേഴ്സിന്റെ കളി. കാരണം സതാംപ്ടൺ നമ്മള് ലീഗിലെ ലീഡേഴ്സ് ആടാ, നമ്മള് ക്വാഡ്രാപോൾ അടിക്കുന്നു പറഞ്ഞ ക്വാഡ്രാപോൾ കിട്ടിയില്ല, നമുക്ക് ട്രിപ്പിൾ കിട്ടുവാടാ എന്നുള്ള രീതിയിലുള്ള ആ ഒരു അഹങ്കാരമുള്ള ഒരു കളിയാണ് എനിക്ക് ഇന്നലെ ആഴ്സണലിന്റെ അടുത്ത് തോന്നിയത്. ആഴ്സണലിന്റെ ഫാൻസ് ആരെങ്കിലും ഈ വീഡിയോസ് കാണുന്നുണ്ടെങ്കിൽ ജസ്റ്റ് കമന്റ് ചെയ്യണം. നിങ്ങൾക്കുള്ള അഹങ്കാരത്തിനുള്ള ഒരു അടിയാണ് ഇന്നലെ സതാംപ്ടന്റെ അടുത്ത് കിട്ടിയത്. അപ്പൊ ക്വാഡ്രാപോൾ ഇല്ല, ഇപ്പൊ ട്രിബിൾ എന്ന് പറഞ്ഞ് നടന്നു, ട്രിബിളും ഇല്ല. ഇനി ആകെ ഉള്ളത് പ്രീമിയർ ലീഗും ചാമ്പ്യൻസ് ലീഗും. ഇത്തവണയും ബോട്ടിലേഴ്സ് ആയിരിക്കുമോ നെറ്റ്ഫ്ലിക്സ് FC ആയിരിക്കുമോ നമുക്ക് കണ്ടു തന്നെ അറിയേണ്ടി വരും. പ്രീമിയർ ലീഗില്
സെവൻ അല്ല 9 പോയിന്റ്സിന്റെ അടുത്തുള്ള ക്ലിയറിലുണ്ട് ഓൾറെഡി. പക്ഷെ സിറ്റി ആയിട്ട് ഒരു കളി വരുന്നുണ്ട്. പിന്നെ വേറെ കുറച്ച് നല്ല നല്ല ഗെയിംസ് ആഴ്സണലിന് വരുന്നുണ്ട്. നോക്കാം അവസാന ടൈമിൽ വീണ്ടും കലമടക്കുവോ, ഇല്ലെങ്കിൽ വർഷങ്ങൾക്ക് ശേഷമുള്ള ആ ഒരു പ്രീമിയർ ലീഗ് കിരീടം ആഴ്സണലിന് തൂക്കാൻ പറ്റുമോ, അതല്ല ചാമ്പ്യൻസ് ലീഗിൽ ആദ്യമായിട്ട് മുത്തമിടാൻ പറ്റുമോ, അത് നമുക്ക് നോക്കണം. ചാമ്പ്യൻസ് ലീഗിൽ അവിടുത്തെ അവരുടെ നെക്സ്റ്റ് ഒപ്പോണൻസ് വരുന്നത് ക്വാർട്ടറിൽ ലെവർകൂസനാണ്. ബയർ ലെവർകൂസനാണ്. എന്താവും എന്തോന്ന് അറിയില്ല, കണ്ടു തന്നെ അറിയേണ്ടി വരും. പക്ഷെ എന്തായാലും ആഴ്സണലിന്റെ മോഹങ്ങളൊക്കെ തരിപ്പണമാക്കിക്കൊണ്ട് ഇന്നലെ സതാംപ്ടൺ ഗംഭീര ജയം ജയിച്ചിട്ട് വന്നിട്ടുണ്ട്. നല്ല പെർഫോമൻസ് ആയിരുന്നു. പിന്നെ ഇവന്മാരുടെ ഈ ഒരു എന്താ പറയാ ഈ ഒരു കോർണർ എടുത്തിട്ടുള്ള കളിയില്ല, ഈ ഹറാം ബോൾ, അത് ഒഴിവാക്കിയാൽ തന്നെ ഇവന്മാർ ജയിക്കും. അതിനാണ് നോക്കുന്നത്. മാർട്ടിനെല്ലിന്റെ ഒക്കെ കളി കണ്ടാൽ മനസ്സിലാവും. മാക്സിമം കൊണ്ടുപോവുക, ക്രോസ് കൊടുക്കേണ്ട സാധനം ഇവന്റെ കാലിന് തട്ടിയിട്ട് എങ്ങനെയെങ്കിലും, ഒപ്പോണന്റിന്റെ കാലിന് തട്ടിയിട്ട് എങ്ങനെയെങ്കിലും ഒരു കോർണർ എടുക്കുക, അത് മാത്രമേ ചിന്തിക്കുന്നുള്ളൂ. എന്തിനാണ് അങ്ങനെ കളിക്കുന്നത്, അതിന്റെ ആവശ്യം എന്താണെന്നാണ് എനിക്ക് മനസ്സിലാവുന്നില്ല. അത് ഒഴിവാക്കിയാൽ തന്നെ ജയിക്കാൻ പറ്റും. അപ്പൊ അതാണ്. അപ്പോ FA കപ്പില് മാഞ്ചസ്റ്റർ സിറ്റി മുന്നോട്ട് ലിവർപൂളിനെ അടിച്ച് തരിപ്പണമാക്കിയിട്ട്, പക്ഷെ ആഴ്സണൽ കാലിടറി വീണു. ആഴ്സണൽ ആർ ഔട്ട് ഓഫ് ദ FA കപ്പ്. അപ്പൊ എന്തായാലും അടുത്തൊരു വീഡിയോ ആയിട്ട് കാണുന്നത് വരെ എല്ലാവർക്കും ബൈ.